വെൽക്കം ബാക്ക് ടു ലിബീസ് കിച്ചൺ. എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ കൂണ് കണ്ടില്ലേ, ഇതിന് അരിക്കൂൺ എന്നാണ് നമ്മൾ പറയുന്നത്. ഈ സമയത്ത് മഴ കഴിയുമ്പോൾ ഉണ്ടാകുന്നതാണ് ഈ കൂണ്. എല്ലാ വർഷവും ഉണ്ടാകുന്നതാണ് അമ്മ പറയുന്നത്. ഇത് ഭയങ്കര ടേസ്റ്റാണ്. തോരൻ വെച്ചാൽ ഇറച്ചിക്കറി പോലൊക്കെ വെക്കും. അപ്പോൾ നമ്മൾ ഇത് കിട്ടിയപ്പോൾ തന്നെ പെട്ടെന്ന് തോരനൊക്കെ വെച്ച് അങ്ങ് വീഡിയോ ഒന്നും എടുക്കാൻ സമയം കിട്ടിയില്ല. അപ്പോൾ തോരനും പെട്ടെന്ന് തിരുവുകയും ചെയ്തു. ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പം നമ്മളിന്ന് വന്നേക്കുന്നത് ഒരു വെജിറ്റേറിയൻ വിഭവമായിട്ടാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു കിഴങ്ങ് കറിയാണ്. അതായത് ചപ്പാത്തി, പൂരി, അപ്പം, ഇടിയപ്പം എല്ലാത്തിൻ്റെയും കൂടെയും കഴിക്കാൻ പറ്റുന്നൊരു കറിയാണ്. 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാം ഈ കറി. പ്രത്യേകിച്ച് ഒരുപാട് മസാലകളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഈ കറിക്കകത്ത് ചേർക്കുന്നില്ല. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. അപ്പം ഞാൻ ആദ്യം ഒരു 4 കിഴങ്ങ് ദണ്ട് ഇതേപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു കുക്കർ എടുത്ത് കുക്കറിലോട്ട് കിഴങ്ങിട്ടിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഒരു ടീസ്പൂണോളം ഉപ്പ്, പിന്നെ ഒരു ഗ്ലാസ് വെള്ളം, ഇത്രയിട്ട് നമ്മളൊരു 1-2 വിസിൽ നന്നായിട്ട് വേവിച്ചെടുക്കണം. കാര്യം ഇതൊന്ന് ഉടച്ചെടുക്കുന്ന ഒരു കറിയാണ്. അതുകൊണ്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ആദ്യം. ഇപ്പം നമ്മുടെ കുക്കറിന് 2 വിസിലോളം വന്നു. ഞാൻ തീ ഓഫ് ചെയ്തു. ആ സമയം കൊണ്ട് ഞാൻ സവോള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഒരു തക്കാളി, ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കുക്കറിൻ്റെ പ്രഷർ പോകുന്ന സമയം കൊണ്ട് ഇത്രയും കാര്യങ്ങളൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ഒരു അടുപ്പ് കത്തിച്ച് നമ്മൾ ചോട് കട്ടിയുള്ള ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിത് തീ കത്തിച്ച് കൊടുക്കാം. ചീനച്ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ കടുക് വറക്കുന്നതിനോടൊപ്പം തന്നെ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. നമ്മൾ കിഴങ്ങ് കറി കഴിക്കുമ്പോൾ ചിലർക്ക് ഗ്യാസ് പ്രോബ്ലം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വെളുത്തുള്ളി ഈ കടുകിനോടൊപ്പം തന്നെ വറക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇഞ്ചി, പച്ചമുളക്, സവോള എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവോള നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ സവോള എല്ലാം നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. അതിലോട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരുപാട് മസാലകളൊന്നും നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ല, വളരെ കുറച്ച് മസാലകളേ ഉള്ളൂ. ഇനി നമ്മൾ 1 ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ സവാള എല്ലാം നന്നായിട്ട് വഴന്ന് നമ്മുടെ പൊടികളെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന കിഴങ്ങ് ഇതിലോട്ടിട്ടിട്ട് നമുക്ക് ഈ കിഴങ്ങ് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഒരുപാട് ഉടയേണ്ട, എന്നാൽ ഒരു മീഡിയം രീതിയിൽ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. നമ്മൾ നന്നായിട്ട് വേവിച്ച കിഴങ്ങായതുകൊണ്ട് അതുകൊണ്ട് ഇതുപോലൊരു ചെറിയൊരു സ്പൂൺ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ അത് നല്ല സ്മാഷായി പൊടിഞ്ഞ് കിട്ടും. അപ്പം നമ്മുടെ കിഴങ്ങൊക്കെ നമ്മൾ നന്നായിട്ട് വെന്ത് ഉടച്ച് വെച്ചേക്കുവാണ്. ഇപ്പോൾ അതൊരു തിക്ക് ഫോമായി നന്നായിട്ട് കുറുകിയിരിക്കുകയാണ്. ഇപ്പം സാധാരണ നമ്മൾ അപ്പം ചപ്പാത്തിയൊക്കെ കഴിക്കണമെങ്കിൽ കുറച്ച് ചാറ് ആവശ്യമാണ്. അപ്പം ഞാൻ അതിനകത്തോട്ട് നല്ല തിളച്ച ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ലാസ്റ്റ് ചേർക്കുന്ന കാര്യമാണ് തക്കാളി നമ്മൾ വേവിക്കേണ്ട കാര്യമില്ല. അവസാനം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്താൽ മതി. അതിനുശേഷം അതേപോലെ തന്നെ നമ്മൾ ഇത്രയും ആകുമ്പോൾ തന്നെ കറി നല്ല ടേസ്റ്റാണ്. ലാസ്റ്റ് ഞാൻ ചേർക്കുന്ന ഒരു 1/2 കപ്പ് തേങ്ങാപ്പാൽ, നല്ല കുറുകിയ 1/2 കപ്പ് തേങ്ങാപ്പാലും ചേർത്ത് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച്, കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില, അല്ലെങ്കിൽ മല്ലിയില. ഞാനിപ്പോൾ ചേർക്കുന്നത് മല്ലിയിലയാണ്. ഇത്രയാകുമ്പോഴത്തേക്കിന് നമ്മുടെ കറി അടിപൊളിയായി റെഡിയാകും. തേങ്ങാപ്പാൽ ചേർത്തില്ലെങ്കിലും ഈ കറി ടേസ്റ്റാണ്, ഒരു കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. നമുക്കിനി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് മല്ലിയിലയും കൂടെ വിതറിയിട്ട് നമ്മുടെ കറി അപ്പോൾ റെഡിയാകും. ഈ കറി ഇനി ഇരിക്കും തോറും കുറുകത്തേ ഉള്ളൂ. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഭയങ്കര ടേസ്റ്റാണ് ഈ കറിക്ക്. നമ്മൾ പ്രത്യേകിച്ച് വലിയ മസാലകളോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റാണ്.
അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മൾ ഈ കറിയിലോട്ട് പിന്നെ നമ്മൾ ഉപ്പൊന്നും എക്സ്ട്രാ ചേർത്തില്ല. കാരണം നമ്മൾ സവോള വഴറ്റുമ്പോഴും കിഴങ്ങ് വേവിച്ചപ്പോഴും ഉപ്പ് ചേർത്തിരുന്നു. അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെ ഉപ്പ് ചേർത്തിട്ട് ആവശ്യമെങ്കിൽ മാത്രം പിന്നീട് ഉപ്പ് ചേർക്കുക. അപ്പോൾ നമ്മുടെ ഈ കറി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണാറുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും അടിപൊളിയൊരു റെസിപ്പിയായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.